ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ ഏകദിന മത്സരം കളിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ടീം ഇന്ത്യ. റാഞ്ചിയിൽ KL രാഹുലിന്റെ ക്യാപ്റ്റൻസിയിൽ കളത്തിലിറങ്ങുമ്പോൾ വിജയം തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെട്ട നിരാശ മറികടക്കാൻ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 സാധ്യതകൾ പരിശോധിക്കാം. ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി നിലവിൽ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മ കളിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു ഇന്നിങ്സ് എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് കൃത്യമായി അറിയുന്ന താരമാണ് രോഹിത് ശർമ്മ. ഏത് ബൗളിംഗ് നിരയെയും നേരിടാനുള്ള അനുഭവ സമ്പത്തും ടെക്നിക്കുകളും അദ്ദേഹത്തിനുണ്ട്. വിക്കറ്റ് കളയാതെ തന്നെ വേഗത്തിൽ റൺസ് സ്കോർ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് മികച്ചൊരു അടിത്തറ നൽകാൻ രോഹിത്തിന് സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ദക്ഷിണാഫ്രിക്കൻ പേസർമാർക്കെതിരെ രോഹിത്തിന്റെ പ്രകടനം ഈ പരമ്പരയിൽ നിർണായകമായി മാറും. രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാൻ ഇക്കുറി ശുഭ്മാൻ ഗിൽ ഇല്ല. 2 ഓപ്ഷനുകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്: യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗെയ്ക്വാദ്. ഗെയ്ക്വാദ് ദക്ഷിണാഫ്രിക്ക ടീമിനെതിരെ തകർപ്പൻ ഫോമിലാണ് ബാറ്റ് വീശിയത്. എങ്കിലും ജയ്സ്വാൾ ഓപ്പണറായി എത്തുമെന്നാണ് സൂചന. ഓപ്പണിംഗിൽ രോഹിത്തിന് യോജിച്ച പങ്കാളി തന്നെയാണ് ജയ്സ്വാൾ. ആക്രമിച്ചും പ്രതിരോധിച്ചും കളിക്കാനുള്ള കഴിവാണ് ജയ്സ്വാളിനെ മികച്ച ഓപ്പണറാക്കി മാറ്റുന്നത്. ഒരു ഏകദിന മത്സരം മാത്രമേ ജയ്സ്വാൾ കളിച്ചിട്ടുള്ളൂ എന്നതാണ് ഏക പോരായ്മ. ഗെയ്ക്വാദ് 6 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ശരാശരി 20-നടുത്താണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായ ജയ്സ്വാളിന് തന്നെയായിരിക്കും മുൻഗണന ലഭിക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 3ാം നമ്പറിൽ വിരാട് കോഹ്ലി കളിക്കും. തന്റെ അനുഭവ സമ്പത്തും കഴിവും കൊണ്ട് കോഹ്ലി ഈ പൊസിഷനിൽ ടീമിന് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഏത് ഇന്നിങ്സിലും സ്ഥിരതയും ക്ലാസും കൊണ്ടുവരാൻ കോഹ്ലിക്ക് സാധിക്കും. മികച്ച തുടക്കങ്ങളെ വലിയ ഇന്നിങ്സുകളാക്കി മാറ്റാനും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമാണ്. മാത്രമല്ല, റാഞ്ചിയിൽ 2 സെഞ്ചുറികളടക്കം മികച്ച റെക്കോർഡും കോഹ്ലിക്കുണ്ട്. 4ാം നമ്പറിൽ 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദിനത്തിൽ തിരിച്ചെത്തിയ ഋഷഭ് പന്ത് കളിക്കുമെന്നാണ് റിപ്പോർട്ട്. ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്ത് തന്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലി കൊണ്ട് ഏത് മത്സരത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ്. പന്ത് കളിക്കുന്നതോടെ തിലക് വർമ്മ പുറത്തിരിക്കാനാണ് സാധ്യത. 5ാം നമ്പറിൽ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തത്തോടെ KL രാഹുൽ കളിക്കും. ക്യാപ്റ്റൻ എന്ന നിലയിൽ രാഹുലിന്റെ തന്ത്രങ്ങൾ ഈ പരമ്പരയിൽ നിർണായകമായി മാറും. 6ാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കാനാണ് സാധ്യത. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പന്തെറിയാനും കഴിയുന്ന ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ നിർണായകമായ റോൾ നിതീഷിനുണ്ട്. 7ാം നമ്പറിൽ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ കളിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അവസാനമായി ജഡേജ ഏകദിന മത്സരം കളിച്ചത്. 8ാം നമ്പറിൽ മികച്ച ഫോമിലുള്ള വാഷിംഗ്ടൺ സുന്ദർ കളിക്കും. വിക്കറ്റുകൾ വീഴ്ത്തുന്നതിനൊപ്പം ലോവർ മിഡിൽ ഓർഡറിൽ നിർണായകമായ ബാറ്റിംഗ് പ്രകടനം നടത്താൻ വാഷിംഗ്ടൺ സുന്ദറിന് സാധിക്കുന്നുണ്ട്. 9ാം നമ്പറിൽ പേസ് ബൗളർ ഹർഷിത് റാണ കളിക്കാനാണ് സാധ്യത. ബാറ്റ് ചെയ്യാൻ കൂടി കഴിയുമെന്നത് പ്രസിദ്ധ് കൃഷ്ണയേക്കാൾ ഹർഷിത്തിന് മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. 10ാം നമ്പറിൽ ഇന്ത്യയുടെ സ്പിൻ കരുത്തായ കുൽദീപ് യാദവ് എത്തും. തന്റെ സ്പിൻ മാന്ത്രികത കൊണ്ട് ഏത് ബാറ്റിംഗ് നിരയെയും കറക്കി വീഴ്ത്താൻ കുൽദീപിന് സാധിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ ബൗളിംഗ് തന്ത്രങ്ങളിൽ കുൽദീപിന് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. 11ാം നമ്പറിൽ ഇന്ത്യയുടെ പ്രധാന പേസ് ബൗളറായി അർഷ്ദീപ് സിംഗ് കളിക്കും. അഗ്രസീവ് പേസ് ബൗളിങ്ങിന് പേരുകേട്ട അർഷ്ദീപ് പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന താരമാണ്. ബുംറയുടെയും സിറാജിന്റെയും അഭാവത്തിൽ അർഷ്ദീപിന് ഈ പരമ്പരയിൽ സുപ്രധാന റോളാണ് വഹിക്കാനുള്ളത്. ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ താരങ്ങളില്ലാതെ ദക്ഷിണാഫ്രിക്കയെ ഏകദിന പരമ്പരയിൽ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.